അതെ, ഇന്നാണ് നിക്കുവിനെ ഇഞ്ചക്ഷൻ എടുക്കാനുള്ളത്. പാർവ വൈറസിൻ്റെയും റാബീസിൻ്റെയും വാക്സിനേഷൻ ഇയർലി നമ്മൾ എടുക്കില്ലേ, അതാട്ടോ. അപ്പോൾ നിക്കുവിനെ ഞാനൊന്ന് കൺവിൻസ് ചെയ്യാനായി നോക്കി. അവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകുന്നതും ഡേ കെയറിൽ കൊണ്ടുപോകുന്നതും പിന്നെ ഈ വാക്സിൻ എടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും. അപ്പോൾ ഈ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കണം, എങ്ങനെയെങ്കിലും ഒന്ന് ഗേറ്റ് തുറന്ന് വിടും, ഞാൻ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞാട്ടോ. നമ്മളിപ്പോൾ പോയത് നമ്മുടെ വൈറ്റിലയിൽ തന്നെയുള്ള ഡോക്ടർ സൂ എന്ന് പറഞ്ഞ പെറ്റ് ഹോസ്പിറ്റലിലാട്ടോ. ഇവിടെ ആയിട്ടോ നമ്മൾ നിക്കിനെ എന്ത് മെഡിക്കൽ എമർജൻസി ഒന്നെല്ലാം കൊണ്ടുവന്നത്. അപ്പോൾ അതേ നിൽക്കുകയാണെങ്കിൽ അച്ഛൻ്റെ അടുത്തൊന്നും മാറുന്നില്ലായിരുന്നു പേടിച്ചിട്ടാ. ലാസ്റ്റ് അച്ഛൻ അവളെ തൂക്കിയെടുത്തുകൊണ്ട് ആ വാക്സിൻ റൂമിലേക്ക് കൊണ്ടുപോയി. അവരാണെങ്കിൽ 2 കുത്തും വെച്ച് കൊടുത്ത് അങ്ങനെ വാക്സിനേഷനൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ വിചാരിച്ച നഖമൊക്കെ വളർന്നിരിക്കുന്നു, നെയിലും കൂടി കട്ട് ചെയ്തേക്കാം. പാവം അത് അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നെയിൽ കട്ട് ചെയ്യാനും കൂടി ഞാൻ പറഞ്ഞു. അങ്ങനെ നെയിൽ കട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാണ്. അപ്പോൾ മാസ്ക് ഒക്കെ അവർ കെട്ടിക്കൊടുത്തിട്ടോ. അവിടെ വന്ന പട്ടിക്കുട്ടികൾ ഇവളുടെ സൗണ്ട് കേട്ടിട്ട് പേടിച്ചിരിക്കണേന്ന്. ലാസ്റ്റ് നെയിൽ കട്ട് ചെയ്യുന്ന റൂമിൻ്റെ പുറത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഡോക്ടർമാർ നഴ്സുമാർ ഇവിടെ ഒച്ച കേട്ട് വന്ന് നോക്കിയിരിക്കണേന്ന്. അങ്ങനെ ലാസ്റ്റ് കട്ട് ചെയ്ത് നമ്മൾ നിക്കി കുട്ടാപ്പി ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ ഇതായിരുന്നു അവളുടെ അവസ്ഥ.